ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലേഹണ്ടിൻ്റെ പ്രശസ്തമായ കവിതയാണ് അബൂ ബെൻ ആദം, ആദമിൻ്റെ മകൻ അബു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ മരുഭൂമിയോട് ചേർന്ന ഒരു നഗരത്തിൽ ആദാമിൻ്റെ മകനായ അബു എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. മരുഭൂമിയിലെ ജീവിതം കഠിനമായിരുന്നു. പകലുകൾ ചുട്ടുപൊള്ളുകയും രാത്രികൾ കഠിനമായ തണുപ്പാൽ മൂടപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം. അന്ന് അറേബ്യയിലെ ആളുകൾ കൂടുതലും കച്ചവടക്കാരായിരുന്നു. ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്ന വ്യാപാരികൾ സൂര്യാസ്തമയത്തോടെ അവരവരുടെ വീടുകളിൽ തന്നെ എത്തി വാതിലുകൾ അടയ്ക്കുമായിരുന്നു. അത്താഴം കിട്ടാതെ, താമസിക്കാൻ ഒരിടം കിട്ടാതെ വഴിയിൽ കുടുങ്ങിപ്പോകുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ നാളുകളിലെ രാത്രികളിൽ ആദാമിന്റെ മകൻ അബു നഗരവീഥികളിലൂടെ നടന്നു പോകും. തണുപ്പും വിശപ്പും കൊണ്ട് വലയുന്നവരെ നോക്കി അവൻ വിളിച്ചു ചോദിക്കും, ആർക്കെങ്കിലും അത്താഴം കിട്ടാതെയുണ്ടോ? താമസിക്കാൻ ഇടമില്ലാത്തവരുണ്ടോ? ഒരാളെപ്പോലും അവൻ ഉപേക്ഷിച്ചിരുന്നില്ല. ആഗതരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ആഹാരം നൽകുകയും സുരക്ഷിതമായി കിടന്നുറങ്ങുവാൻ ചൂടുള്ള ഇടം നൽകുകയും ചെയ്തു. വർഷങ്ങളോളം അബുവിൻ്റെ ഈ കരുണീയ സ്നേഹവും നഗരത്തിൽ ഒരു വിളക്ക് പോലെ പ്രകാശിച്ചു നിന്നു. ഒരു രാത്രിയിൽ ശാന്തമായ ഒരു സമാധാന സ്വപ്നത്തിൽ നിന്ന് അബു ഞെട്ടി ഉണർന്നു. മുറി മുഴുവൻ നിലാവെളിച്ചം നിറഞ്ഞിരിക്കുന്നു. ആ നിലാവെളിച്ചത്തിൽ സ്വർണം കൊണ്ടുള്ള ഒരു പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മാലാഖയെ അവൻ കണ്ടു. അതിരറ്റ ശാന്തതയിൽ ധൈര്യത്തോടെ അവൻ മാലാഖയോട് ചോദിച്ചു, നീ എന്താണ് എഴുതുന്നത്? മാലാഖ തലയുയർത്തി പുഞ്ചിരിയോടെ മറുപടി നൽകി, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരുകളാണ് എഴുതുന്നത്. അബുവിൻ്റെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു. അവൻ ചോദിച്ചു, എൻ്റെ പേരതിലുണ്ടോ? ദൂതൻ നോക്കി പറഞ്ഞു, ഇല്ല, നിന്റെ പേര് ഈ പട്ടികയിലില്ല. ഈ മറുപടി കേട്ട് അബുവിൻ്റെ ശബ്ദം നേർന്നു. എങ്കിലും അവൻ സന്തോഷവാനായി തന്നെ തുടർന്നു. നിറഞ്ഞ മനസ്സോടെ അവൻ വീണ്ടും ദൂതനോട് അപേക്ഷിച്ചു, എങ്കിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എൻ്റെ സഹജീവികളെ സ്നേഹിക്കുന്നവരിൽ ഒരാളായി എന്നെ എഴുതുക. ദൂതനത് എഴുതി ശേഷം മറഞ്ഞുപോയി. പിറ്റേ രാത്രിയിൽ വലിയ പ്രകാശവുമായി മാലാഖ വീണ്ടും അബുവിൻ്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. തലേ ദിവസത്തെ പോലെ വീണ്ടും എഴുതിക്കൊണ്ടിരുന്ന മാലാഖ ഇന്ന് അബുവിനോട് പറഞ്ഞു, ഞാൻ ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകളാണ് എഴുതുന്നത്. എന്നിട്ട് ആ പുസ്തകം അബുവിനെ കാണിച്ചു കൊടുത്തു. ഒന്നാമത്തെ പേര് ഇതായിരുന്നു, ആദാമിൻ്റെ മകൻ അബു. എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരുടെ പട്ടികയിൽ നാം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, അവൻ്റെ കൽപ്പനകൾ പാലിക്കുക. വിശുദ്ധ യോഹന്നാൻ 15:14. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവകാശപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരുടെ പട്ടികയിൽ പേരില്ലെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വെറുതെയായി പോകില്ലേ? ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താലും സത്യവചനത്താലും നിറച്ചെന്നും സഭയെ നീ നയിച്ചിടണേ. വിശ്വാസത്താലും സത്യവചനത്താലും